അറസ്റ്റിലായ PV അൻവർ MLA കോൺഗ്രസിലേക്കെന്ന അഭ്യൂഹങ്ങൾക്കിടെ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നതാണ്. അൻവറിന്റെ കോൺഗ്രസ് പ്രവേശനമടക്കം ചർച്ച ചെയ്യാനാണ് KPCC അടിയന്തര യോഗം ചേരുന്നത്. ഈ മാസം 12-ന് ഇന്ദിരാഭവനിൽ വെച്ചായിരിക്കും യോഗം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുന്നതിനൊപ്പം PV അൻവറിന്റെ UDF പ്രവേശനം സംബന്ധിച്ചും ഇതോടൊപ്പം ഔദ്യോഗിക ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് വിവരം ലഭിക്കുന്നത്. PV അൻവറിന് പിന്തുണയറിയിച്ച് UDF നേതാക്കളെല്ലാം തന്നെ രംഗത്തെത്തിയിട്ടുമുണ്ട്. തൊട്ടു പിന്നാലെയാണ് അൻവറിന്റെ UDF പ്രവേശന ചർച്ചകൾ സജീവമായത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത പരാമർശം നടത്തിയ അൻവറിനെ UDFിലേക്ക് എടുക്കുന്നതിൽ പല നേതാക്കളും അതൃപ്തി പങ്കുവച്ചിരുന്നു. എന്നാൽ സർക്കാരിനെതിരെ നിരന്തരം സമരം പ്രഖ്യാപിക്കുകയും നിലവിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിവാദം നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അൻവറിനെ ഒപ്പം നിർത്തണമെന്ന അഭിപ്രായ ഐക്യം UDFിൽ രൂപപ്പെടുകയായിരുന്നു. അതേസമയം PV അൻവറിന്റെ അറസ്റ്റ് പ്രതികാര നടപടിയെന്ന അഭിപ്രായവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്ത് വന്നിരുന്നു. മുസ്ലിം ലീഗും അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇതോടെ UDF ഒന്നടങ്കം വിഷയത്തിൽ അൻവറിന് അനുകൂലമാവുകയാണ്. കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ K സുധാകരനും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും അൻവറിന്റെ അറസ്റ്റിനെ ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ പ്രതിപക്ഷ നേതാവും ലീഗും മൗനം പാലിക്കുകയായിരുന്നു. എന്നാൽ ചർച്ചകൾക്കൊടുവിൽ VD സതീശനും ലീഗും അൻവറിനെ പിന്തുണയ്ക്കുകയായിരുന്നു. സർക്കാരിനെതിരെയുള്ള വിഷയങ്ങളൊന്നും പാഴാക്കില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ നൽകുന്നത്. നിലമ്പൂർ വനം വകുപ്പ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ റിമാൻഡിലായ PV അൻവർ MLAയെ ജയിലിൽ അടച്ചിരുന്നു. 14 ദിവസത്തേക്കാണ് അൻവറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 11 പ്രതികളുള്ള കേസിൽ അൻവർ 1-ാം പ്രതിയാണ്. കൃത്യനിർവഹണം തടയൽ, പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകളാണ് അൻവറിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ആദിവാസി യുവാവ് മണിയെ ആന ചവിട്ടിക്കൊന്നതിൽ പ്രതിഷേധിച്ച് അൻവറിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ മാർച്ചാണ് വനം വകുപ്പ് ഓഫീസ് ആക്രമണത്തിൽ കലാശിച്ചത്. ഇപ്പോൾ അൻവറിന് വേണ്ടി UDF നടത്തുന്ന യോജിച്ച പ്രതിഷേധമാണ് ഈ സംഭവത്തിൽ കാണാൻ സാധിക്കുന്നത്. അൻവറിന്റെ അറസ്റ്റിലെ സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി KPCC പ്രസിഡന്റ് K സുധാകരൻ MP വാർത്താക്കുറിപ്പിറക്കിയിരുന്നു. പൊതുമുതൽ നശിപ്പിച്ച കേസിന്റെ പേരിൽ PV അൻവറിന്റെ വീട് വളഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യേണ്ട രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് സുധാകരൻ ചോദിക്കുകയുണ്ടായി. അൻവറിനെതിരായ നടപടി തെറ്റെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി VD സതീശനും മുസ്ലിം ലീഗും പ്രതികരിച്ചിരുന്നില്ല എന്നതും ശ്രദ്ധേയമായിരുന്നു. കൂട്ടായ ചർച്ചകൾക്ക് ശേഷമാണ് പ്രതിപക്ഷ നേതാവും മുസ്ലിം ലീഗും അൻവറിന് വേണ്ടി രംഗത്ത് വന്നതെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. ഇതിൽ രമേശ് ചെന്നിത്തലയുടെ നിലപാട് നിർണായകമാകും എന്ന സൂചനയുമുണ്ട്. PV അൻവർ MLAയെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് CPMന്റെ പ്രതികാര രാഷ്ട്രീയമാണെന്ന് VD സതീശൻ പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നിൽ ഉന്നതങ്ങളിലെ ഗൂഢാലോചനയുണ്ട്. പിണറായി വിജയനെയും ഉപജാപക സംഘത്തെയും എതിർക്കുന്ന ആർക്കും ഈ ഗതി വരുമെന്ന സന്ദേശമാണ് അൻവറിന്റെ അറസ്റ്റിലൂടെ സർക്കാർ നൽകുന്നത്. നിരന്തരം ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ വരുന്ന ഗുരുതരമായ വീഴ്ചയെയും ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്ന വന നിയമത്തിലെ ഭേദഗതിയെയും എതിർത്താണ് അൻവറിന്റെ നേതൃത്വത്തിൽ സമരം നടന്നത്. സമരത്തിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് പകരം സമരം ചെയ്യുന്നവരെ കൊടും കുറ്റവാളികളെ പോലെ അറസ്റ്റ് ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ലെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. പോലീസ് നോട്ടീസ് നൽകിയാൽ ഹാജരാകുന്നയാളാണ് ജനപ്രതിനിധിയായ PV അൻവർ. അതിനു പകരം രാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം എന്താണെന്നും VD സതീശൻ ചോദിച്ചു. നിയമസഭ തല്ലി തകർത്തവർ മന്ത്രിയും MLAയുമായി തുടരുമ്പോഴാണ് അൻവറിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത്. വന്യജീവി ആക്രമണം പ്രതിരോധിക്കുന്നതിലും വനനിയമത്തിലെ ഭേദഗതികൾ പിൻവലിക്കുന്നതിനും നടപടി ഉണ്ടായില്ലെങ്കിൽ ഇനിയും ശക്തമായ സമരങ്ങൾ ഉണ്ടാകുമെന്നും VD സതീശൻ വിശദീകരിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇതേ രീതിയിൽ വീട് വളഞ്ഞാണ് അറസ്റ്റ് ചെയ്തത്. ജനകീയ സമരങ്ങളുടെ പേരിൽ നിരവധി UDF പ്രവർത്തകരെയും സമാന രീതിയിൽ അറസ്റ്റ് ചെയ്തു. യൂത്ത് കോൺഗ്രസുകാരെ ആക്രമിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ കേസില്ല. വിദ്യാർത്ഥി യുവജന നേതാക്കളുടെ തല തല്ലിപ്പൊളിച്ച DYFI ക്രിമിനലുകൾക്കെതിരെ കേസെടുത്തില്ല. രക്ഷാപ്രവർത്തനത്തിന് ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രിയും കുറ്റവിമുക്തൻ. ഇരട്ട നീതി കേരളത്തിന് ഭൂഷണമല്ല. കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോയിട്ടില്ല എന്നും VD സതീശൻ പറഞ്ഞു. PV അൻവറിന് പിന്തുണയുമായി മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും രംഗത്ത് വന്നിരുന്നു. വൻ പോലീസ് സന്നാഹത്തോടെയുള്ള അറസ്റ്റ് ജനത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതാണെന്നും അൻവർ ഉയർത്തിയത് മലയോര മേഖലയുടെ പ്രശ്നമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
പൊതു താൽപര്യം മുൻനിർത്തിയുള്ള പ്രതിഷേധമാണ് നടന്നത്. വനനിയമ ഭേദഗതിയെ നിയമസഭയിൽ എതിർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനജീവിതം ദുസ്സഹമാക്കുന്നതാണ് വനനിയമ ഭേദഗതി. ജനങ്ങളെ ആന കൊല്ലുമ്പോൾ സർക്കാർ നിസ്സംഗത തുടരുകയാണ്. ഇതിനെപ്പറ്റി ഗൗരവകരമായ ചർച്ച പോലും നടക്കുന്നില്ല. വനനിയമത്തിനെതിരായ പ്രക്ഷോഭം മുസ്ലിം ലീഗ് ആലോചിക്കുന്നുണ്ടെന്നും ഇതാണ് അൻവർ ഉന്നയിച്ചതെന്നും ഒരു വലിയ ക്രൂരകൃത്യത്തെ നേരിടുന്നത് പോലെയാണ് പോലീസ് അൻവറിനെ നേരിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷാപാതപരമായ സമീപനമുണ്ടായി. അൻവറിനോടുള്ള നയം UDF ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇതിലും വലിയ കസേര ചുമന്നുകൊണ്ടുപോയി തല്ലിപ്പൊളിക്കുന്നത് ജനങ്ങൾ കണ്ടിട്ടുണ്ട്. വനനിയമ ഭേദഗതി നിയമസഭയിൽ എതിർക്കും. അൻവറിനെ മുന്നണിയിലേക്ക് സ്വീകരിക്കുന്നത് സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ ഗൗരവകരമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത UDF യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഒരു ജനപ്രതിനിധി മാന്യമായി അറസ്റ്റ് ചെയ്യാനുള്ള മര്യാദ പോലും സർക്കാർ കാണിച്ചില്ലെന്നാണ് ലീഗ് നേതാവായ KM ഷാജി ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. കേരളത്തിലേത് അധികാരഭ്രാന്ത് പിടിച്ച സർക്കാരാണ്. കേരളത്തിലെ അതീവ ന്യൂനപക്ഷമായ ഒരു വിഭാഗത്തിലെ ആളാണ് മരിച്ചതെന്നത് ഗൗരവകരം. അവിടുത്തെ ജനപ്രതിനിധിയെ ആ വിഷയത്തിൽ പ്രതികരിച്ചതിനാണ് അറസ്റ്റ് ചെയ്തത്. നിയമസഭ അടിച്ചു തകർത്തവർ മന്ത്രിമാരായ സംസ്ഥാനമാണിത്. അൻവറിന്റെ അറസ്റ്റ് ചർച്ചയാകണമെന്നും അൻവർ ഉയർത്തിയ പ്രശ്നത്തിനും അൻവറിനും കിട്ടേണ്ട ജനാധിപത്യ മര്യാദകൾക്കും പിന്തുണയെന്നും ഷാജി അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി. അതേസമയം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അറസ്റ്റ് എന്നായിരുന്നു വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് പുറത്തിറങ്ങുന്നതിന് മുൻപ് PV അൻവർ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണത്തിൽ പറഞ്ഞത്. ഭരണകൂട ഭീകരതയാണ് പിണറായി വിജയൻ നടപ്പാക്കുന്നതെന്നും അൻവർ ആരോപിക്കുകയുണ്ടായി. ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ PV അൻവറിന്റെ തീരുമാനം.